ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് BDJ5500 എന്ന മോഡൽ സാംസങ് ബ്ലൂറേ ഡിസ്ക് പ്ലെയറാണ്. എന്നും പറയുന്ന പോലെ തന്നെ ഇതൊരു ന്യൂ പ്രൊഡക്റ്റ് അൺബോക്സിംഗ് റിവ്യൂ അല്ല, മറിച്ച് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഈ പ്ലെയർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ മോഡലാണ്. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. OTTകളുടെ കടന്നുവരവോടുകൂടി ബ്ലൂറേ പ്ലെയറിൻ്റെ മാർക്കറ്റ് കുറഞ്ഞു. പ്രൊഡക്റ്റ് മേക്കിങ്ങും ലഭ്യതയും കുറഞ്ഞു. എന്നാൽ അവ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ബ്ലൂറേ പ്ലെയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രമേൽ ഇമേജ് ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയുമാണ് അവ നൽകുന്നത്. ഇനി ഈ പ്ലെയറിലേക്ക് വന്നാൽ ഫ്രണ്ട് പാനലിൽ CD ട്രേ, USB പോർട്ട്, ഇജക്ട് പവർ ബട്ടൺസ് മാത്രമാണുള്ളത്. റിയർ പാനലിൽ HDMI പോർട്ട്, LAN പോർട്ട്, ഡിജിറ്റൽ കോയാക്സിയൽ പോർട്ട് ഇത്രയുമാണുള്ളത്. ഇനി ഈ പ്ലെയർ മോണിറ്ററുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി മോണിറ്ററിൻ്റെ HDMI കേബിൾ പ്ലെയറിൻ്റെ HDMI ഔട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. എല്ലാ സാംസങ് പ്ലെയേഴ്സിലും ഉള്ളതുപോലെയുള്ള നോർമൽ റിമോട്ട്. ഇപ്പോൾ പ്ലെയറിൻ്റെ UI നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സാധാരണ സാംസങ് പ്ലെയേഴ്സിലുള്ളതുപോലെ തന്നെയുള്ള ആപ്ലിക്കേഷൻ UI ആണ് ഇവിടെ കാണുന്നത്. ഡിസ്ക് പ്ലേ ചെയ്യാനുള്ള, ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡിസ്കും അതുപോലെ USB-യും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. വീഡിയോസ്, ഫോട്ടോസ്, മ്യൂസിക് എന്നിവ സെലക്ട് ചെയ്യാനുള്ള ഇതെല്ലാം സാധാരണ ഉള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട്. ചില ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. യൂട്യൂബ് പോലുള്ള ചില ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. LAN കണക്ട് ചെയ്ത്, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻസ്, യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ ചെയ്യാം. ഇനി സെറ്റിങ്സിൽ പോയി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ സെറ്റിങ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയുള്ള വീഡിയോയുടെ പർപ്പസ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരിലേക്ക് അതെത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് കയ്യിലുള്ളവരുണ്ടായിരിക്കാം, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.